ഹലോ എവ്രി വൺ, ദിസ് ഇസ് ആയിഷ അക്കാഡമി. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പ്രോജക്റ്റ് വൈവയുടെ ഡേറ്റ് വന്നിട്ടുണ്ട് അല്ലേ. 25ഉം 26ആം തീയതിയും പ്രോജക്റ്റ് വൈവ എക്സാം നടക്കുകയാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് വൈവയ്ക്ക് എങ്ങനെയാണ് നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ആവാം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ പ്രോജക്റ്റ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്ത് കഴിഞ്ഞു, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പ്രോജക്റ്റ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള എന്തെങ്കിലും അപ്ഡേഷൻ വന്നിട്ടുണ്ടോ, ദാറ്റ് മീൻസ് ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പൊതുവായിട്ട് നോക്കി വെക്കണം. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഓൺലൈൻ ബാങ്കിങ്ങോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബിഹേവിയറോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ടോപ്പിക്കാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ചിലപ്പോൾ മാർക്കറ്റിംഗ് ആവാം, HR നമ്മൾ പല ടോപ്പിക്കുകളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രോജക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺസെപ്റ്റുകൾ, അതിൻ്റെ റിലേറ്റഡ് കോൺസെപ്റ്റ്സ്, അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് പ്രോജക്റ്റിൻ്റെ കണ്ടംപററി ആയിട്ടുള്ള റെലവൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് നോക്കി വയ്ക്കുക. അത് നിങ്ങളുടെ പ്രോജക്റ്റ് വൈവയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അടുത്ത് ഞാൻ പറയുന്നത്, നമ്മുടെ ഒരു പ്രോജക്റ്റ് ചെയ്തത് തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു റെലവൻസ് ഉള്ള ഒരു ടോപ്പിക് എടുത്തിട്ടായിരിക്കും നമ്മൾ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻസ് തീർച്ചയായിട്ടും ആ ഒരു ഏരിയയിലുണ്ട്. എന്താണ് ഈ പ്രോജക്റ്റിൻ്റെ അൾട്ടിമേറ്റ് സിഗ്നിഫിക്കൻസ് എന്നൊക്കെ ഉള്ള തിയറി ആയിട്ടൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ് നമ്മുടെ പ്രോജക്റ്റിൻ്റെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ടോപ്പിക്കിൽ, ഈ ഒരു സ്പെസിഫിക് ടോപ്പിക്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്താൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്, അതിൻ്റെ റിസൾട്ടിന് എന്തൊരു ബെനിഫിറ്റാണ് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു നമ്മുടെ പ്രോജക്റ്റ് ടോപ്പിക്കിൻ്റെ സിഗ്നിഫിക്കൻസ് ആൻഡ് റെലവൻസ് തീർച്ചയായിട്ടും നമ്മൾ നോക്കിയിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ടോപ്പിക്ക് ബേസ്, പിന്നെ നമ്മുടെ ടൈറ്റിൽ, ചിലർ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ പ്രോജക്റ്റൊക്കെ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് വൈവയ്ക്ക് പോകും. പെട്ടെന്ന് നമ്മളുടെ അടുത്ത് ടൈറ്റിൽ വയ്ക്കും. നമ്മൾ ടൈറ്റിൽ ചില സമയത്ത് മറന്നു പോകുന്നതാണോ, അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഉള്ള ടെൻഷൻ. സത്യം പറഞ്ഞാൽ ഈ പ്രോജക്റ്റ് വൈവേക്കുന്നത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ കാര്യവും ഇല്ല. പക്ഷേ ഇതിൻ്റെ മാർക്ക് നമുക്കറിയാം. ഇത്ര മാർക്ക് സ്കോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ വൈവേ വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പോൾ വളരെ കൂളായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആ ഒരു മെൻറ്റാലിറ്റിയോട് കൂടി വേണം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ വൈവയെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ ടൈറ്റിൽ ഓർത്തിരിക്കുക. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ പ്രോജക്റ്റിൻ്റെ ടൈറ്റിൽ നമ്മൾ ഓർത്തിരിക്കുക. എന്ന് വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ കാണാതെ പറഞ്ഞാൽ അങ്ങനെയല്ല. ടൈറ്റിൽ നമുക്ക് ഓൾറെഡി അറിയാം, എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ടൈറ്റിൽ ഓർത്തിരിക്കുക. നമ്മുടെ ടോപ്പിക്കിൻ്റെ റെലവൻസ്, കണ്ടംപററി റെലവൻസ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കി വെച്ചേക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്ത കോൺസെപ്റ്റുകൾ ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ്സ്. ടൈറ്റിൽ നമ്മളിങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരാളുടെ അടുത്ത് എപ്പോൾ ചോദിച്ചാലും പറയാൻ, അവരുടെ ഒബ്ജക്റ്റീവ് ചോദിച്ചാൽ അവരെപ്പോഴും എന്ത് ചെയ്തിരിക്കണം, അത് പറയാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്തിരിക്കുക, നമുക്കൊരു 4-5 ഒബ്ജക്റ്റീവ് കാണാം. ഒബ്ജക്റ്റീവ് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ എന്താണ് നമ്മുടെ മെത്തഡോളജി പാർട്ട് അല്ലേ, നമ്മുടെ പ്രോജക്റ്റ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എഴുതി വെച്ചേക്കുന്ന നമ്മുടെ മെത്തഡോളജി പാർട്ടുണ്ട് അല്ലേ. നമ്മൾ എത്രയാണ് സാമ്പിൾസ് ചൂസ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ പോപ്പുലേഷൻ ആരാണ്, നമ്മൾ സാമ്പിൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു പോപ്പുലേഷനിൽ നിന്നല്ലേ സാമ്പിൾ എടുത്തിട്ടുള്ളതാ. ഈ പോപ്പുലേഷൻ ആരാണ്, ഈ പോപ്പുലേഷനിൽ നമ്മൾ എങ്ങനെയാണ് ഈ സ്പെസിഫിക് നമ്പർ ഓഫ് സാമ്പിളിലോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും മെത്തഡോളജി ഭാഗത്തുനിന്ന് വരുന്നത്. ഏത് തരത്തിലുള്ള സാമ്പിളിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, എന്തുകൊണ്ട്, ഒരു പ്രത്യേക ഒരു സാമ്പിളിംഗ് മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്തു എന്ന് നമ്മൾ പറയാം. ആ ഒരു മെത്തേഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് മെത്തഡോളജി ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഈ ഡേറ്റ കളക്ഷൻ ഭാഗത്ത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്തല്ലേ പ്രോജക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റ കളക്ഷൻ്റെ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടോ റെസ്പോണ്ടൻസിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഈ സ്റ്റഡിയുടെ എന്തിനു വേണ്ടിയിട്ടാണ് ക്വസ്റ്റനെയർ പ്രിപ്പയർ ചെയ്തപ്പോഴത്തേക്കും കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആ ക്വസ്റ്റ്യനിൽ വരുന്ന വേരിയബിൾസ് യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ അനാലിസിസ്, ഇപ്പോൾ പെർസെൻറ്റേജ് അനാലിസിസ് ആയാലും മിക്കതും പ്രോജക്റ്റിൽ അങ്ങനെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് അനാലിസിസ് ആയാലും ഏതൊരു അനാലിസിസ് നമ്മൾ ചെയ്തതും ചില വേരിയബിൾസിൻ്റെ ബേസിലായിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റഡിയുടെ വേരിയബിൾസ് ഏതാണെന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ ഓർത്ത് വെച്ച് അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത്, ഇപ്പോൾ ഇൻ കേസ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പറയാൻ വേണ്ടി അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ നമ്മുടെ സ്റ്റഡിക്ക് എത്ര ഒരു റിലവൻ്റ് ഉള്ളൊരു ടോപ്പിക് ആയാലും അതിൻ്റേതായിട്ടുള്ള കുറച്ച് എന്തുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ സ്റ്റഡിയുടെ ലിമിറ്റേഷൻ എന്താണെന്നുള്ളത് ഓർത്ത് വെച്ച് അത് നോക്കിയിട്ട് പോവുക. പിന്നെ എന്താണ് ഫൈൻഡിങ്സ്, നമ്മളൊരു സ്റ്റഡി ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ
മേജറായിട്ടുള്ള ഫൈൻഡിങ്സ് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഫൈൻഡിങ്സ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു 10, 15, 20 ഫൈൻഡിങ്സ് അതങ്ങ് എടുത്തങ്ങ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് അങ്ങനെ പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കോറായിട്ടുള്ള ഫൈൻഡിങ്സ് എന്താണ് ഈ സ്റ്റഡി ചെയ്യുക, ഈ സ്റ്റഡി എന്ത് കണ്ടുപിടിക്കാനാണോ ഉദ്ദേശിച്ചത് അത് കണ്ടുപിടിച്ചോ ഇല്ലേ എന്നുള്ളതാണ് ഫൈൻഡിങ്സ് ചോദിക്കുമ്പോൾ. അല്ലാതെ ഓരോന്നായിട്ട് ഇങ്ങനെ 20ഉം 10ഉം ഫൈൻഡിങ്സ് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറയാനല്ല. മെയിനായിട്ടുള്ള ഫൈൻഡിങ്സ് എന്താണെന്നുള്ള ആ കാര്യം ഒന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ മെത്തഡോളജി ഭാഗത്തുനിന്ന് ചോദിക്കാം. പിന്നെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ 2nd ചാപ്റ്ററായിട്ട് എഴുതി. ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 25 റിവ്യൂസൊക്കെ നിങ്ങൾ മിനിമം എഴുതിയിട്ടുണ്ടായിരിക്കും. ആ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്, അതായത് മേജർ റിവ്യൂസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആക്ച്വലി ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചെയ്യുമ്പോഴായിരിക്കുമല്ലോ നമുക്കൊരു റിസർച്ച് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവുക. സപ്പോസ് നമ്മളിപ്പോൾ ആദ്യം ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ടോപ്പിക്ക് എടുക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡീസ് നമ്മൾ കുറച്ച് വായിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ടോപ്പിക്കിൻ്റെ ഇന്ന ഏരിയയിലാണ് എല്ലാ റിവ്യൂസും വന്നിട്ടുള്ളത്, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ സ്റ്റഡീസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളൊരു റിസർച്ച് ഗ്യാപ്പിൻ്റെയൊക്കെ ബേസിലായിരിക്കാം നമ്മൾ അങ്ങനെയാണ് സാധാരണ നമ്മൾ റിസർച്ചും പ്രോജക്റ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൻ്റെ ഒരു മേജർ ഫൈൻഡിങ്സ്, മേജർ സ്റ്റഡീസും റിലേറ്റഡ് ടു ഡാഷ് എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നല്ല ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രോജക്റ്റ് വൈവയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോകേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ നമ്മുടെ അനാലിസിസിൻ്റെ പാർട്ടിൽ വരുന്ന ആ ഒരു ഏരിയയും നന്നായിട്ട് നോക്കണം. പിന്നെ ഫൈൻഡിങ്സ്, സജഷൻ. ഇപ്പോൾ കൺക്ലൂഷനൊക്കെ ചോദിച്ചാൽ പാരഗ്രാഫ് അവിടെ ഇരുന്ന് അങ്ങനെ പറയാനല്ല ചോദിക്കുന്നത്. ജസ്റ്റ് എന്താണ് നമ്മുടെ സ്റ്റഡിയുടെ കൺക്ലൂഷൻ. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ കൺക്ലൂഷൻ ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് നമ്മൾ കണ്ടുപിടിച്ചത് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്നുള്ളത്. ഇപ്പോൾ ഇൻ കേസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റഡിയുടെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് അവിടെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരും സബ്മിറ്റ് ചെയ്ത പ്രോജക്റ്റിൻ്റെ ടോപ്പിക് എന്താണോ അതനുസരിച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്ത് പോകണം എന്നുള്ളതാണ്. ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനി ഈ പ്രോജക്റ്റ് വൈവയായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സാപ്പ് നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.